last class we have discussed about the free body diagrams. So free body diagrams എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഫ്രീ ബോഡി ഡയഗ്രാംസ് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് അതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. അപ്പൊ അതൊന്നും കൂടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് ഒരു ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കേണ്ടത്? ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാനായിട്ട് നമുക്കൊരു 5 പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പ്രോബ്ലം തന്നു കഴിഞ്ഞാലും ഫ്രീ ബോഡി ഡയഗ്രാംസിന്റെ ഏത് പ്രോബ്ലം തന്നു കഴിഞ്ഞാലും ആ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഓരോ സ്റ്റെപ്പും ഞാൻ 1 by 1 ആയിട്ട് പറഞ്ഞു തരാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഐഡന്റിഫൈ ദ ബോഡി. മേ ബി യു ഹാവ് എ സെറ്റ് ഓഫ് ബോഡീസ്, സെറ്റ് ഓഫ് റിജിഡ് ബോഡീസ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് റിജിഡ് ബോഡീസ് തന്നിട്ടുണ്ടായിരിക്കും, 1 2 3 അങ്ങനെ ഒരുപാട് തന്നിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ലാസ്റ്റ് ഡയഗ്രാം നോക്കൂ കുട്ടികളെ. ഈ ലാസ്റ്റ് ഡയഗ്രത്തിൽ നിങ്ങൾക്ക് ഒരു വെയിറ്റ് തന്നിട്ടുണ്ട് അല്ലേ? സോ ഹിയർ in this diagram you can see what 2 bodies. ഇവിടെ നമുക്ക് സെറ്റ് ഓഫ് ബോഡീസ് ഉണ്ട്. അപ്പൊ ഇതിൽ ഏതിന്റെയാണ് ഫ്രീ ബോഡി വരയ്ക്കേണ്ടതെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഫസ്റ്റ് നിങ്ങൾക്ക് ഏതിന്റെയാണോ വേണ്ടത് അത് വേണം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ദാറ്റ് ഈസ് ഐഡന്റിഫൈ ദ ഫ്രീ ബോഡി ഫസ്റ്റ്. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ആദ്യം എന്ത് ചെയ്യണം? മേ ബി നിങ്ങൾക്ക് ഒരു ബോഡി ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോ പ്രോബ്ലം. ഇവിടെ നോക്കിയേ, ഈ ഫസ്റ്റ് എക്സാമ്പിൾ ഹിയർ യു ഹാവ് ഓൺലി 1 single body, 1 roller. In second example also you have 1, and the third one also you have 1 ladder. അപ്പൊ ഇതിലെല്ലാത്തിനും ഒരെണ്ണേ ഉള്ളൂ. ബട്ട് ലാസ്റ്റ് വൺ യു ഹാവ് 2 ബോഡീസ്, 2 സെറ്റ് ഓഫ് ബോഡീസ്. ഏതൊക്കെയായിരുന്നു? ഒരു 600 ന്യൂട്ടൺ ഉണ്ട്, ഒരു 400 ന്യൂട്ടൺ ഉണ്ട്. അപ്പൊ ഇതിൽ ഏതിന്റെയാണ് വരയ്ക്കേണ്ടതെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ദാറ്റ് ഈസ് ഫസ്റ്റ് ഐഡന്റിഫൈ ദ ഫ്രീ ബോഡി. ഏതിന്റെയാണോ വരയ്ക്കേണ്ടത് അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആയോ? ഒരു സ്റ്റെപ്പും ക്ലിയർ ആയിട്ട് ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നുള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് ഐ ക്യാമ്പസ് വഴി നിങ്ങളുടെ വെബ്എക്സിന്റെ ലിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 8:25 തൊട്ടിട്ട് ഒരു 10 മിനിറ്റ്സ് വരെ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. 8:25 ഇപ്പൊ 8:30ക്കാണ് ക്ലാസ് എങ്കിൽ 8:25 to 8:35 മാത്രമേ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ പിന്നെ ക്ലാസ് കയറാൻ പറ്റില്ല. അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. നിങ്ങളൊന്ന് ക്ലാസ്സിൽ ചോദിച്ചു നോക്കൂട്ടോ. നിങ്ങൾ സെറ്റ് ചെയ്തതും അങ്ങനെ തന്നെയാണ്. കാരണം അത് വരയ്ക്കാണ് എല്ലാം ചെയ്യുന്നത്. കാരണം മിക്ക കുട്ടികളും പല ഓരോ കാരണം പറഞ്ഞ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇടയിൽ കട്ട് ചെയ്താൽ കുഴപ്പമുണ്ടാവില്ല. ഇടയിൽ കട്ടായി നെറ്റ് പ്രോബ്ലം വഴി കട്ടായി പോയാൽ കുഴപ്പമില്ല തോന്നുന്നു. അപ്പൊ അതൊന്നും നിങ്ങൾ ട്യൂട്ടറായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തേക്കിട്ടോ. അങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചു നോക്കാം. വേറെ ഇനി കയറാൻ വഴിയുണ്ട്. എനിക്ക് ഇതിന്റെ വലിയ ഇതറിയില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കൂട്ടോ ട്യൂട്ടർ വഴി. ഇനി ആരോ ഒരാള് ഒരു പ്രാവശ്യം കൂടെ പറയാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്തായിരുന്നു നോക്കി. രാഹുൽ വൺസ് മോർ പ്ലീസ്. രാഹുൽ ഒന്നുമില്ല. രാഹുൽ എങ്ങനെയാ നമ്മളൊരു ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം? ഫ്രീ ബോഡി ഡയഗ്രാം എന്താന്ന് ഞാൻ പറഞ്ഞു. എന്താ ഫ്രീ ബോഡി ഡയഗ്രാം? തന്നിരിക്കുന്ന ഒരു പ്രോബ്ലത്തില് ആ ബോഡി ഐഡന്റിഫൈ ചെയ്യണം. നമുക്കൊരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമ്മൾ ആ ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. ഈ റൈറ്റ് സൈഡിൽ ഞാൻ വരച്ചിരിക്കുന്നതാണ് ഫ്രീ ബോഡി ഡയഗ്രാം. കണ്ടോ? ഈ വരച്ചിരിക്കുന്നതിന് പറയുന്ന പേരാണ് ഫ്രീ ബോഡി ഡയഗ്രാം. സോ ഈ ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുക? നമുക്ക് ഓടി പോയിട്ട് വരയ്ക്കാനായിട്ട് പറ്റില്ല. For that we have some procedures or some set of rules that according to that rule we have to draw this diagram. അപ്പൊ ആ റൂൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഡയഗ്രാം വരയ്ക്കുന്നത്. എങ്ങനെയാണ് ഞാൻ ഈ ഡയഗ്രാം വരച്ചിരിക്കുന്നത്? അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് അവർ പറഞ്ഞിട്ടുണ്ട് ഐഡന്റിഫൈ ദ ബോഡി. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഏത് ബോഡിയുടെയാണോ വരയ്ക്കേണ്ടത് അത് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ റോളറിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് ഒരുമിച്ച് പറഞ്ഞു തരാം. ഇതാണ് എനിക്ക് വരയ്ക്കേണ്ട ബോഡി. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഫ്രീ ബോഡി റിക്വയർഡ് ഫോർ ബോൾ. അപ്പൊ ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്തിന്റെയാ വരയ്ക്കേണ്ടത്? ബോളിന്റെയാണ് വരയ്ക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ആ ബോളിനെ ഐഡന്റിഫൈ ചെയ്യണ്ടേ? ഇതിൽ ഏതാ ബോള്? ഇത് ഹൊറിസോണ്ടൽ സർഫസ് ആണ്, പിന്നെ ഇത് മാത്രമേ ബോളുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? ഏതിന്റെയാണോ വരയ്ക്കേണ്ടത് ആ ബോഡിനെ ഞാൻ ഐഡന്റിഫൈ ചെയ്തു. എനിക്ക് വരയ്ക്കേണ്ടത് ഏതിന്റെയാ? ബോളിന്റെയാണ്. സോ ഞാൻ ആ ബോളിനെ ഐഡന്റിഫൈ ചെയ്തു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു രാഹുൽ.
Next, a sketch of the body is drawn by removing the supporting surfaces. രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കിയാൽ എ സ്കെച്ച് ഓഫ് ദ ബോഡി ഇസ് ഡ്രോൺ. അപ്പൊ ആ ബോഡി നിങ്ങൾ വരയ്ക്കണം സെപ്പറേറ്റ് ബൈ റിമൂവിങ് ദ സപ്പോർട്ടിങ് സർഫേസ്. അതിനെ സപ്പോർട്ട് ചെയ്ത് ആരാണോ അവിടെ ഉള്ളത് അവരെയൊക്കെ നമ്മൾ മാറ്റാം. ഈ പ്രോബ്ലത്തിൽ നോക്കിയാൽ ഫസ്റ്റ് എക്സാമ്പിളിൽ ആരാണ് ഈ റോളറിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്? ഈ ഒരു ഹൊറിസോണ്ടൽ സർഫസ് ആണല്ലേ. അപ്പൊ ഈ ഹൊറിസോണ്ടൽ സർഫസിനെ മാറ്റിയിട്ട് ഇതിനെ തനിയെ വരയ്ക്കണം അല്ലെ. ദ സ്കെച്ച് ഓഫ് ദ ബോഡി ബൈ റിമൂവിങ് ദ സപ്പോർട്ടിങ് സർഫേസ്. അപ്പൊ സപ്പോർട്ടിങ് സർഫസിനെ ഞാൻ മാറ്റി ഞാൻ ഐഡന്റിഫൈ ചെയ്ത ബോഡിനെ തനിയെ വരച്ചു. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് ആണ്. സോ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ഓവർ. ഹാവ് എനി ഡൗട്ട്? നെക്സ്റ്റ് വൺ ഫോർ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ഓവർ. തേർഡ് വൺ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കി. അതായത് ഇൻഡിക്കേറ്റ് ഓൺ ദിസ് സ്കെച്ച് all the applied or active forces which tends to set the body in motion. അതായത് ചിലപ്പോൾ ഈ ബോഡിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെല്ലാം അല്ലെ. ഈ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെല്ലാം നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഏതാണോ ഇതിൽ ആക്ട് ചെയ്യുന്നത് അതൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. വെയിറ്റ്, അതുപോലെ നമ്മൾ കൊടുക്കുന്ന പുഷോ പുള്ളോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, ഇതൊക്കെ എക്സ്റ്റേണൽ ഫോഴ്സസ് ആണ്. ആക്റ്റീവ് ആയിട്ടുള്ള ഫോഴ്സുകളാണ് അതിൽ. ബോഡിയുടെ വെയിറ്റ്, അതുപോലെ നമ്മളിപ്പോൾ പറയുകയാണ് ഒരു 400 ന്യൂട്ടൺ അല്ലെങ്കിൽ ഒരു 50 ന്യൂട്ടൺ വെച്ച് ആ ബോഡീനെ ഞാൻ പുൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ പറയുന്നതൊക്കെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ആക്റ്റീവ് ആയിട്ടുള്ള വേറെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ് ഓഫ് ദ ബോഡിയാണ്. അപ്പൊ നമുക്കറിയാം ഈ ബോളിന് ഒരു വെയിറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ അവരെന്താ പറഞ്ഞിരിക്കുന്നത്, ഇനി അതില് ആക്റ്റീവ് ആയിട്ടുള്ള ഫോഴ്സുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ മാർക്ക് ചെയ്യണം. അപ്പൊ ഏതാ ആക്ഷൻ എന്ന് പറയുന്നത്? ഏതാ അതിൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സസും അതിലത്തെ വെയിറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ തരേണ്ട ആവശ്യമില്ല, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ W ആണ്. or external forces acting on this body. ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സുകളും ഏതൊക്കെ ഫോഴ്സുകളാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ആക്റ്റീവ് ഓർ എക്സ്റ്റേണൽ ഫോഴ്സസ്. എന്താ ആക്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ആക്റ്റീവായിട്ട് വരുന്ന ആക്ഷൻ. ആ ഫോഴ്സ് ആണ് ആ ബോഡിനെ മൂവ് ചെയ്യിപ്പിക്കുക. ഒന്ന് വെയിറ്റ് ഓഫ് ദ ബോഡി ഉണ്ട്, പിന്നെ വേറൊന്നും തന്നിട്ടില്ല. സപ്പോസ് നിങ്ങളുടെ പ്രോബ്ലത്തിൽ പറയുകയാണ് ഈ റോളറിന്റെ മേലെ ഇങ്ങനെ ഒരു ഫോഴ്സും കൂടെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ മാർക്ക് ചെയ്യണം. ഇതൊരു 15 ന്യൂട്ടൺ ആണ്. ഈ ഫോഴ്സ് ആയിരിക്കും ചിലപ്പോൾ ഈ ബോഡിനെ മൂവ് ചെയ്യിപ്പിക്കുന്നുണ്ടാവുക. അപ്പൊ ഈ ഫോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. പക്ഷെ ഹിയർ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഹിയർ വി ഡോണ്ട് ഹാവ് എനി അതർ ഫോഴ്സസ് അല്ലെ. നമുക്ക് വേറെ ഫോഴ്സുകളൊന്നുമില്ല, വെയിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഫോഴ്സ് മാർക്ക് ചെയ്തു. ക്ലിയർ ആയോ ഈ സ്റ്റെപ്പ്? നമ്മൾ ഒരുപാട് എക്സാമ്പിൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും. ഒരുപാട് പ്രോബ്ലം ചെയ്യാനുണ്ട്. ഇനി അപ്പൊ അതും കഴിഞ്ഞു. ഇനി എന്താ ഫോർത്ത് സ്റ്റെപ്പ് പറഞ്ഞിരിക്കുന്നത്? ഓൾസോ ഇൻഡിക്കേറ്റ് ഓൺ ദ സ്കെച്ച് ഓൾ ദ റിയാക്റ്റീവ് ഫോഴ്സസ് സച്ച് ആസ് those caused by the supports that tend to prevent motion. അതാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ തേർഡ് സ്റ്റെപ്പിൽ നിങ്ങൾ മാർക്ക് ചെയ്യുന്നത് ആക്ഷൻ ആണ്. ഫോർത്ത് സ്റ്റെപ്പിൽ നിങ്ങൾ മാർക്ക് ചെയ്യുന്നത് റിയാക്ഷൻ ആണ് അല്ലെ. നമുക്കറിയാം എന്താ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഓൾസോ ഇൻഡിക്കേറ്റ് ദ സ്കെച്ച് ഓഫ് ഓൾ ദ റിയാക്റ്റീവ് ഫോഴ്സസ്. എല്ലാ റിയാക്ഷനും ഇതിൽ നമ്മൾ മാർക്ക് ചെയ്യണം. സച്ച് ആസ്, ആ റിയാക്ഷൻ എങ്ങനെയാ റിയാക്ഷൻ വരുന്നതെന്ന് അവർ പറയണം. സച്ച് ആസ് ദോസ് കോസ്ഡ് ബൈ ദ സപ്പോർട്ട്സ് ദാറ്റ് ടെൻഡ് ടു പ്രിവെന്റ് ദ മോഷൻ. ബോഡിയുടെ മോഷനെ പ്രിവെന്റ് ചെയ്യുന്നത് ആരാണോ അവിടെയൊക്കെ എന്ത് വരും? ആ ഡയറക്ഷനിലൊക്കെ റിയാക്ഷൻ വരും. വേറൊരു തരത്തിൽ പറഞ്ഞാൽ ബോഡി ഏതൊക്കെ സർഫസസ് ആയിട്ടാണോ കോണ്ടാക്ട് വരുന്നത് അവിടെയൊക്കെ എന്തുണ്ടാവും? റിയാക്ഷൻ ഉണ്ടാവും. അപ്പൊ നാലാമത്തെ സ്റ്റെപ്പ് എന്താ? നമുക്ക് വാട്ട് അബൌട്ട് ഫോർത്ത് സ്റ്റെപ്പ്? സോ ഹിയർ യു ഹാവ് ടു മാർക്ക് ഓൾ ദി റിയാക്റ്റീവ് ഫോഴ്സസ്. അപ്പൊ ഈ റിയാക്റ്റീവ് ഫോഴ്സുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. ഇതിൽ ഏത് സർഫസ് ആയിട്ട് കോണ്ടാക്ട്? ഈ ഹൊറിസോണ്ടൽ സർഫസ് ആയിട്ട് മാത്രമേ കോണ്ടാക്ട് ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം എവിടെയാണോ സർഫസുകൾ തമ്മിൽ കോണ്ടാക്ട് ഉള്ളത് അവിടെ ഒരു റിയാക്റ്റീവ് ഫോഴ്സസ് വിൽ എക്സിസ്റ്റ്. ഒരു റിയാക്റ്റീവ് ഫോഴ്സ് വരും. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. അപ്പൊ ആ റിയാക്റ്റീവ് ഫോഴ്സ് എവിടേക്ക് ആക്ട് ചെയ്യുന്നത്? ടുവേർഡ്സ് ദ ബോഡിയിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. മാത്രമല്ല ഈ റിയാക്റ്റീവ് ഫോഴ്സ് ഏത് പ്ലെയിനിലാണോ ആക്ട് ചെയ്യുന്നത്, ഹൊറിസോണ്ടൽ പ്ലെയിനല്ല വരുന്നത്, ഈ ഹൊറിസോണ്ടൽ സർഫസ് കൊണ്ടാണ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അത് എപ്പോഴും അത് ആക്ട് ചെയ്യുന്ന സർഫസിന് 90 ഡിഗ്രി ആയിരിക്കും. അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ടുവേർഡ്സ് ദ ബോഡി ആയിരിക്കും. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേറെ എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഒക്കെ. യു ക്യാൻ സോ ഇമാജിൻ one person is standing on a floor of the lift. ഫ്ലോറിലോ എവിടെ നിൽക്കുക? ഒരാള് നിൽക്കാണ്. വൺ മാൻ ഇസ് സ്റ്റാൻഡിങ്. ഒരാൾ നിൽക്കാണെന്ന് വിചാരിക്കും. ഓക്കെ,
നമ്മൾ ഇതിന്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ? ഇയാളുടെ വെയിറ്റ് ആണല്ലേ, വെയിറ്റ് ഓഫ് ദ ബോഡി ആണ്. ഇവിടെ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്, ഇതാണ് വെയിറ്റ്. റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ വെയിറ്റ് കൊണ്ട് ഈ സർഫസ്, ഈ വെയിറ്റ് എന്ത് ചെയ്യും? ഈ ഫ്ലോറിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. തിരിച്ച് ഫ്ലോർ എന്ത് ചെയ്യും? ഈ ഒരു ഫോഴ്സ് ഈ ബോഡിയിലേക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. അതെവിടെയാ വരിക? ഇയാളുടെ രണ്ട് കാലിന്റെ അവിടേക്കാണ് വരിക. കാരണം കാലാണ് എന്ത് വരുന്നത്? ഫ്ലോറായിട്ട് കോണ്ടാക്ട് ഉള്ളത്. അപ്പൊ അവിടെയായിരിക്കും റിയാക്ഷൻ വരുന്നത്. ഇതാണ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. എല്ലായിടത്തും ഉണ്ട് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. എവിടെയാണോ രണ്ട് ബോഡികൾ തമ്മിൽ കോണ്ടാക്ട് വരുന്നത് അവിടെയാണ് എന്ത് വരുന്നത്? റിയാക്ഷൻ വരുന്നത്. ഇനി ആ റിയാക്ഷന്റെ പ്രത്യേകത എന്തൊക്കെയാ കുട്ടികളെ? റിയാക്റ്റീവ് ഫോഴ്സ് ഓൾവേസ് എക്സിസ്റ്റ് വേർ ടു ബോഡീസ് ആർ കോണ്ടാക്റ്റഡ്. എവിടെയാണ് രണ്ട് ബോഡീസ് തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്നത് അവിടെയായിരിക്കും എന്ത് വരുന്നത്? റിയാക്റ്റീവ് ഫോഴ്സ് വരുന്നത്. The reactive force always act towards the body. എപ്പോഴും ബോഡിയിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സും, റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മളിലേക്ക് തിരിച്ചു വരുന്നതാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റിയാക്റ്റീവ് ഫോഴ്സ്. അപ്പൊ റിയാക്റ്റീവ് ഫോഴ്സ് ആ സർഫസിന് എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രിയിലായിരിക്കും വരുന്നുണ്ടാവുക. ഏത് സർഫസിലാണോ ആ സർഫസിന് അത് 90 ഡിഗ്രി ആംഗിളിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ ഇത്രയാണ് നമുക്ക് എന്ത് വരുന്നത്? നമുക്ക് ഉള്ള കണ്ടീഷൻസ്. അപ്പൊ ഇപ്പൊ എന്തായാലും നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പ് ഈസ് ഓവർ. എന്താ ഫോർത്ത് സ്റ്റെപ്പ് പറയുന്നത്? ഇനി റിയാക്റ്റീവ് ഫോഴ്സസ് നമ്മൾ മാർക്ക് ചെയ്യണം. എങ്ങനെ റിയാക്റ്റീവ് ഫോഴ്സ് വരുന്നത്? ഏത് ഫോഴ്സ് ആണോ അല്ലെങ്കിൽ ഏത് സർഫസ് ആണോ ബോഡിയുടെ മോഷൻ പ്രിവെന്റ് ചെയ്യുന്നത് അതുകൊണ്ടുള്ളതാണ് റിയാക്ഷൻ. ഇവിടെ നോക്കി കുട്ടികളെ, ഈ ബോള് ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ബോഡി താഴേക്ക് വരില്ലേ? സപ്പോസ് ഇഫ് ദിസ് ഹൊറിസോണ്ടൽ പ്ലെയിൻ ഈസ് നോട്ട് ദയർ, ബോഡി എങ്ങോട്ട് വരും? താഴേക്ക് വരും. അതില്ലാതിരിക്കാൻ ആരാണ് അവിടെ ഉള്ളത്? ഈ ഹൊറിസോണ്ടൽ സർഫസ് ഉണ്ട്. അപ്പൊ ഈ ഹൊറിസോണ്ടൽ സർഫസ് അല്ലേ ബോഡിയുടെ താഴേക്കുള്ള മോഷൻ പ്രിവെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതുകൊണ്ട് എന്ത് ചെയ്യും? ഒരു റിയാക്റ്റീവ് ഫോഴ്സ് അവിടെ വരും. ആ റിയാക്റ്റീവ് ഫോഴ്സ് എപ്പോഴും എങ്ങനെയാ വരുന്നത്? ടുവേർഡ്സ് ദ ബോഡി ആയിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കണം, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാനായിട്ട്, എവിടെയാണോ രണ്ട് ബോഡി തമ്മിൽ കോണ്ടാക്ട് ഉള്ളത് അവിടെ റിയാക്റ്റീവ് ഫോഴ്സ് വരും, റിയാക്ഷൻ വരും. റിയാക്ഷൻ എപ്പോഴും ടുവേർഡ്സ് ദ ബോഡി ആയിരിക്കും. ക്ലിയർ ആയോ? Next, fifth one, all relevant dimensions and angles reference axis are shown in the sketches. അപ്പൊ ഇനി അടുത്ത സ്കെച്ചിൽ അഞ്ചാമത്തെ ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്താ കുട്ടികളെ? You have to draw or you have to show all the dimensions, angles, reference axis are shown in the what sketches. ഇതിൽ എന്തെങ്കിലും ഡയമെൻഷൻ കാണിക്കാനുണ്ടോ? മേ ബി റേഡിയസ് ഒക്കെ കാണിക്കേണ്ടി വരും. റേഡിയസ് ചിലപ്പോൾ ഒരു തരും, റേഡിയസ് ഓഫ് ദിസ് റോളർ ഈസ് ദിസ് മച്ച്. അങ്ങനെയാണെങ്കിൽ ആ റേഡിയസ് കാണിക്കേണ്ടി വരും. ഇനി വേറെ എന്തെങ്കിലും ഡയമെൻഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ഡയമെൻഷൻ നിങ്ങൾ കാണിക്കേണ്ടി വരും. സപ്പോസ് ഇഫ് എനി സപ്പോസ് വേറെ എന്തെങ്കിലും ഡയമെൻഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഡയമെൻഷൻ നിങ്ങൾ കാണിക്കണം. ഇനി ഡയമെൻഷൻ മാത്രമാണോ അവർ പറഞ്ഞിരിക്കുന്നത്? അല്ല. ഇനി എന്ത് വേണം അവർ പറഞ്ഞിട്ടുണ്ട്? എന്തെങ്കിലും ആംഗിൾസ് വേണമെങ്കിൽ, ആംഗിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആംഗിൾസും കാണിക്കണം. ഞാൻ കണ്ടോ ഈ സെക്കൻഡ് ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട്, ഒരു തീറ്റ ആംഗിൾ കണ്ടോ? ആ ആംഗിൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ അവരെന്താ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്? ഇനി ഓൾ റെലവന്റ് ഡയമെൻഷൻ ഉണ്ടെങ്കിൽ ഡയമെൻഷൻ, പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഓൾ റെലവന്റ് ഡയമെൻഷൻസ്, ആംഗിൾസ്. കണ്ടോ ഈ പ്രോബ്ലത്തിൽ ഞാൻ ഒരു ആംഗിൾ വരച്ചിരിക്കുന്നത്. ദെൻ റെഫറൻസ് ആക്സിസ്. ഏതാ കുട്ടിയുടെ റെഫറൻസ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസും വൈ ആക്സിസും. ഞാൻ ഇവിടെയൊക്കെ കാണിച്ചിട്ടുണ്ട് ഫ്രീ ബോഡി ഡയഗ്രത്തിൽ. എക്സ് ആക്സിസും വൈ ആക്സിസും ഞാൻ അവിടെ വരച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് നമുക്ക് ഇപ്പൊ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കാനുള്ള സ്റ്റെപ്പായി. ആദ്യത്തെ ഫസ്റ്റ് 5 സ്റ്റെപ്സ് ആണ് നിങ്ങളുടെ എന്ത് പ്രൊസീജിയർ ഫോർ കൺസ്ട്രക്ടിങ് എ ഫ്രീ ബോഡി ഡയഗ്രാം. ദെൻ ലാസ്റ്റ് വൺ, നമുക്ക് അതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കണമെങ്കിൽ, അതിൽ ഓരോ റിയാക്ഷന്റെ വാല്യൂസ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് അപ്ലൈയിങ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. You can apply the equilibrium conditions such as sigma fx equal to 0, sigma fy equal to 0, and sigma m equal to 0. So whichever is required. ഏതാണോ വേണ്ടത് ആ ഇക്വിലിബ്രിയം കണ്ടീഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യണം. So these are the 6 steps to follow while constructing a ഫ്രീ ബോഡി ഡയഗ്രാം. അപ്പൊ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പാണ് ഈ 6 സ്റ്റെപ്സ്. ഇനി ഈ 6 സ്റ്റെപ്സ് വെച്ചിട്ട് ഞാൻ ഓരോ എക്സാമ്പിൾസും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. അപ്പൊ എക്സാമ്പിൾ എങ്ങനെയാ വരച്ചതെന്ന് ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേറൊരു ഡയഗ്രാം തരും. ആ ഡയഗ്രാം നിങ്ങൾ തനിയെ വരയ്ക്കണം. മേ ബി എനിക്ക് തോന്നുന്നു ഫ്രീ ബോഡി ഡയഗ്രാം എങ്ങനെയാ വരയ്ക്കേണ്ടതെന്ന് പറയാനായിട്ട് ഒരു ക്ലാസ് ഫുള്ളും വേണ്ടി വരും. അപ്പൊ ഇന്ന് മുഴുവൻ ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും. എന്നാലും നമുക്ക് നോക്കാം എത്രത്തോളം. അത് മനസ്സിലാക്കിയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോയാൽ മതി. ഇതാണ് ഇനി ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിക്കോണ്ട്.
നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ഡയഗ്രം. സെക്കൻഡ് വൺ അവർ പറഞ്ഞിട്ടുണ്ട് ഫ്രീ ബോഡി ഡയഗ്രം റിക്വയർഡ് ഫോർ. അവരെ പറഞ്ഞിട്ടുണ്ട് ഏതിനാണ് ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കേണ്ടത്, ബോളിനാണ് വരയ്ക്കേണ്ടത്. അപ്പൊ എക്സാമിൽ സെപ്പറേറ്റ് ചോദിക്കാറുണ്ട് ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കാനായിട്ട്. ഫ്രീ ബോഡി ഡയഗ്രം പ്രോബ്ലത്തിലായാലും അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യണമെങ്കിൽ ദേ വിൽ അവാർഡ് 1.5 മാർക്സ് ഓർ 1 മാർക്ക്. ഓക്കെ, ഇപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ ബോളിന് ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കണം. എന്താ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കാനുള്ള അതിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് ഐഡന്റിഫൈ ദ ബോഡി. ബോൾ ആണ് എന്റെ ഇവിടുത്തെ ബോഡി. അപ്പൊ ഞാൻ അതിനെ ബോളിനെ ഐഡന്റിഫൈ ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? അത് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ സർഫസിനെയും മാറ്റണം. ഞാൻ എല്ലാ സർഫസിനെയും മാറ്റി. അപ്പൊ ഞാൻ എന്നിട്ട് ഇതിന്റെ സെപ്പറേറ്റ് എടുത്ത് വരയ്ക്കണം അല്ലെ. ഇതിന്റെ സ്കെച്ച് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ സ്റ്റെപ്പില്. ഇതിന്റെ സ്കെച്ച് സെപ്പറേറ്റ് വരയ്ക്കണം ബൈ റിമൂവിങ് ഓൾ ദി കോണ്ടാക്റ്റഡ് സർഫസസ്. അതായിട്ട് കോണ്ടാക്റ്റഡ് എല്ലാ സർഫസിനെയും മാറ്റിയിട്ട്. അപ്പൊ അത് ഞാൻ ചെയ്തു. ഇനി അടുത്തത് എന്തായിരുന്നു? തേർഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഇതിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഫോഴ്സുകളൊക്കെ മാർക്ക് ചെയ്യണം. ഇതിൽ ആക്റ്റീവ് എന്ന് പറയാൻ വെയിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ വെയിറ്റ് മാർക്ക് ചെയ്യാണ്. നമുക്കറിയാം യു നോ ദാറ്റ് വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് ഓൾവേസ് ആക്ട് വെർട്ടിക്കലി ഡൗൺവേർഡ് ഡിറക്ഷൻ. അതറിയാം നമുക്ക്. അപ്പൊ വെയിറ്റ് ഞാൻ മാർക്ക് ചെയ്യും. അടുത്തത് അവരെന്താ പറഞ്ഞിരിക്കുന്നത്? ഈ സർഫസ് കൊണ്ട് ഏതാണോ കോണ്ടാക്ട് ഉള്ളത് ആ കോണ്ടാക്ട് ഉള്ള സർഫസ് കൊണ്ട് അല്ലെങ്കിൽ ആ കോണ്ടാക്ട് ഉള്ള ബോഡി കൊണ്ട് ഒരു റിയാക്ഷൻ വരും. റിയാക്ഷൻ എപ്പോഴും എവിടെയാ? ആ ബോഡിക്ക് ടുവേർഡ്സ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഞാൻ ടുവേർഡ്സ് എന്ത് ചെയ്തു? ഒരു റിയാക്ഷൻ എ എന്നുള്ള പോയിന്റ് ആയതുകൊണ്ട് ഞാൻ അവിടെ റിയാക്ഷൻ RA എന്ന് കൊടുത്തു. ഇനി അത് ഏത് പ്ലെയിനാണ്? ഹൊറിസോണ്ടൽ പ്ലെയിനാണ് സർഫസ്. അപ്പൊ ആ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. അതും കഴിഞ്ഞു. ഇനി അവിടെ ലാസ്റ്റ് അടുത്ത സ്റ്റെപ്പിൽ എന്താ? അപ്പൊ ഫോർത്ത് സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി ഫിഫ്ത്ത് സ്റ്റെപ്പിൽ അവർ എന്നോട് പറഞ്ഞിരിക്കുന്നത് റെഫറൻസ് ആക്സസ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? റെഫറൻസ് ആക്സസ് വരയ്ക്കണം. റെഫറൻസ് ആക്സസ് വരയ്ക്കാനായിട്ട് ഞാൻ എന്താ ചെയ്ത് വരയ്ക്കുന്നു? This one is my x-axis and this is my y-axis. അപ്പൊ ഞാൻ റെഫറൻസ് ആക്സസ് ഒക്കെ വരച്ചു. ആംഗിൾസ് ഉണ്ടെങ്കിൽ ആംഗിൾസ് വരയ്ക്കണം എന്നാ പറഞ്ഞു. ഇവിടെ എനിക്കൊരു ഇൻക്ലൈൻഡ് ഫോഴ്സും ഇല്ല. അപ്പൊ പിന്നെ ഞാൻ ആംഗിൾസ് കാണിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഫസ്റ്റ് ഫ്രീ ബോഡി ഡയഗ്രം. സെന്റർ പോയിന്റ് O ആണ്. സോ ദ ഫസ്റ്റ് വൺ ഈസ് ഓവർ. ക്ലിയർ ആയ കുട്ടികളെ? ക്ലിയർ ആയോ? Next one can go for the second one. So second one എന്താ? So here you can see a single roller, a roller which is resting against a vertical wall. അല്ലെ, ഒരു വെർട്ടിക്കൽ വോളിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് അത് നിൽക്കുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ടൈഡ് ടുഗദർ ബൈ എ ത്രെഡ്. ഒരു ത്രെഡ് വഴി നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രാം റിക്വയർഡ് ഫോർ ഏതിനാ വരയ്ക്കാൻ പറയും? ബോളിനാണ് വരയ്ക്കേണ്ടത്. അപ്പൊ ബോളിന് വേണം വരയ്ക്കാനായിട്ട്. അപ്പൊ ബോളിന് വരയ്ക്കാൻ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഐഡന്റിഫൈ ദ ബോഡി. ഏതാ ഞാനിവിടെ ഐഡന്റിഫൈ ചെയ്യേണ്ട? എന്റെ ബോഡി ഏതാ? ദാറ്റ് ഈസ് ബോൾ. ബോൾ ആണ് വരയ്ക്കേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്യാണ്? ബോൾ വരയ്ക്കാണ്. ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഐഡന്റിഫൈ ദ ബോഡി. ഞാൻ ഐഡന്റിഫൈ ചെയ്ത് ബോൾ ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം? യു ക്യാൻ ഡ്രോ എ സ്കെച്ച് ഓഫ് ദിസ് ബോഡി ബൈ റിമൂവിങ് ദ സർഫേസസ്. അപ്പൊ സർഫസ് എല്ലാം കളഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഇതിന്റെ സ്കെച്ച് വരച്ചു. തേർഡ് സ്റ്റെപ്പ് എന്താ? ഇതിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഫോഴ്സുകളൊക്കെ മാർക്ക് ചെയ്യണം. എന്തൊക്കെ ഇതിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയാനായിട്ട്? ഒന്നുമില്ല. ഇതിൽ ആക്റ്റീവ് എന്ന് പറയാനായിട്ട് ആകെയുള്ളത് എനിക്ക് എന്താ ഉള്ളത്? അതായത് ഇവിടെ വേറെ ആക്റ്റീവ് ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും തന്നിട്ടില്ല. പിന്നെ ഉള്ളത് റിയാക്റ്റീവ് ഫോഴ്സുകളാണ്. റിയാക്റ്റീവ് ഫോഴ്സുകൾ. ഇപ്പൊ റിയാക്റ്റീവ് ഫോഴ്സുകൾ ഏതൊക്കെയുള്ളത് നോക്കിയാൽ, ഒന്ന് ഈ ഒരു വെർട്ടിക്കൽ സർഫസ് ആയിട്ട് ഇവിടെ കോണ്ടാക്ട് ഉണ്ട് ഇല്ലേ? വെർട്ടിക്കൽ സർഫസ് ആയിട്ട് ഇവിടെ കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ വെർട്ടിക്കൽ സർഫസ് ആയിട്ട് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു രണ്ട് ബോഡി എവിടെയാണോ കോണ്ടാക്ട് വരുന്നത് അവിടെ എന്തുണ്ട്? റിയാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്, റിയാക്ഷൻ ഉണ്ട്. റിയാക്ഷൻ ഇപ്പോഴും എന്താ എങ്ങനെയാ വരിക? ടുവേർഡ്സ് ദ ബോഡിയാണ് വരിക. അപ്പൊ ടുവേർഡ്സ് ഞാൻ വരച്ചു. എ എന്നുള്ള പോയിന്റിലാണ് കോണ്ടാക്ട് ഉള്ളത് കൊണ്ട് ഞാൻ അവിടെ RA എന്ന് കൊടുത്തു.
ഇനി ഈ ആക്റ്റീവ് ഫോഴ്സിൽ ഞാൻ പറയാൻ വിട്ട പോയി കാര്യം, ഇവിടെ ഒരു ത്രെഡ് ഉണ്ട്. നിങ്ങൾക്കറിയാം വിച്ച് ഫോഴ്സ് എക്സിസ്റ്റ് ഇൻ എ ത്രെഡ് ഓർ റോപ്പ്. ഇവിടെ ഒരു റോപ്പിൽ അല്ലെങ്കിൽ ഒരു ത്രെഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്? ഏത് ഫോഴ്സ് ആയിരിക്കും ഒരു ത്രെഡിൽ ഒക്കെ വരുന്നുണ്ട്? ഇവിടെ ഒരു ത്രെഡാണ്, ഇത് വെച്ചിട്ട് ഒരു ത്രെഡ് അല്ലെങ്കിൽ ഒരു ട്വൈനോ അല്ലെങ്കിൽ റോപ്പോ എന്ന് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. എപ്പോഴും അതിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് ഏതാ കുട്ടികളെ? ഒന്ന് പറഞ്ഞേ. Which force exists in a thread or a rope or a rod? It's a tension. It's a tensile force. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ lower ക്ലാസ്സിൽ. So you have studied that. A tensile force always exists in a thread, rope or twine, etc. അല്ലെ? റോപ്പ് ആയിക്കോട്ടെ, ത്രെഡ് ആയിക്കോട്ടെ, എന്തിനും നമുക്ക് എന്തുണ്ട്? ഒരു ടെൻസൈൽ ഫോഴ്സിന് ടെൻഷൻ, ഒരു വലിയ ഫീൽ ചെയ്യും അല്ലെ? ഇല്ലേ? വലിക്കല്ലേ ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും വലിവ് എന്ന് പറയുന്നത് എവിടേക്കാ വരുന്നത്? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഓൾവേസ് ആക്ട് എവേ ഫ്രം ദ ബോഡിയാണ്. അത് എപ്പോഴും ഓർത്ത് വെച്ചോളൂ കേട്ടോ. ടെൻഷന്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യാനായിട്ട് ദ ടെൻസൈൽ ഫോഴ്സ് ഓൾവേസ് ആക്ട് എവേ ഫ്രം ദ ബോഡി. എപ്പോഴും ബോഡിയിൽ നിന്ന് അകന്നു പോവാണ് ചെയ്യുക. അപ്പൊ ഞാൻ എന്ത് കൊടുക്കാണ്? ഈ ടെൻസൈൽ ഫോഴ്സ് ഞാൻ മാർക്ക് ചെയ്യാണ്. അപ്പൊ ടെൻസൈൽ ഫോഴ്സ് എങ്ങനെയാ വരുന്നത് നോക്കിയേ. ടെൻസൈൽ ഫോഴ്സ് ടി. അപ്പൊ ഇവിടെ ഞാൻ ഒരു ടെൻസൈൽ ഫോഴ്സ് മാർക്ക് ചെയ്യാണ്. ടെൻസൈൽ ഫോഴ്സ് ഞാൻ പറഞ്ഞതിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഓൾവേസ് ആക്ട് എവേ ഫ്രം ദ ബോഡി. ടെൻഷൻ ആയതുകൊണ്ട് ഞാൻ അതിന് ഫസ്റ്റ് ലെറ്റർ ഓഫ് ടെൻഷൻ ദാറ്റ് ഇസ് ടി. ടി എന്നുള്ള ലെറ്റർ ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഇനി അത് കഴിഞ്ഞു. അപ്പൊ എന്റെ ഫോർത്ത് സ്റ്റെപ്പ് വരെ കംപ്ലീറ്റഡ് ആണ്. സോ ഐ ഹാവ് കംപ്ലീറ്റഡ് അപ് ടു മൈ ഫോർത്ത് സ്റ്റെപ്സ്. നൗ മൂവിംഗ് ഓൺ ടു ദ ഫിഫ്ത്ത് സ്റ്റെപ്പ്. ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്തായിരുന്നു? നിങ്ങൾക്ക് റെഫറൻസ് ആക്സസ് ഉണ്ടെങ്കിൽ മാർക്ക് and angles or any other dimension you can shown in the sketch. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഡയഗ്രത്തിൽ കാണിക്കാം. അപ്പൊ ഏതൊക്കെയാ കാണിക്കേണ്ടത്? അപ്പൊ ഞാൻ ഫസ്റ്റ് റെഫറൻസ് ആക്സസ് വരയ്ക്കാം കേട്ടോ. റെഫറൻസ് ആക്സസ്. അപ്പൊ ഞാനിതിൽ എന്റെ ഇപ്പൊ ഫ്രീ ബോഡി ഡയഗ്രാം എന്റെ കഴിഞ്ഞിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം? റെഫറൻസ് ആക്സസ് വരയ്ക്കണം. അപ്പൊ ഞാൻ റെഫറൻസ് ആക്സസ് വരയ്ക്കാണ്. ദിസ് ഇസ് മൈ എക്സ് ആക്സസ് ആൻഡ് ദിസ് വൺ ഈസ് വൈ ആക്സസ്. ഇതിന്റെ സെന്റർ O ആണ്. ഇനി എനിക്ക് ഇതിൽ ആകെ ഡയമെൻഷൻ ഒന്നും കാണിക്കാനില്ല, എനിക്കൊരു ആംഗിൾ കാണിക്കാനുണ്ട്. കാരണം ടെൻസൈൽ ഫോഴ്സ് എന്ത് ഫോഴ്സാ? ഇൻക്ലൈൻഡ് ഫോഴ്സ് ആണ്. അപ്പൊ എനിക്കിത് സോൾവ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് വേണം? ഈ ഇൻക്ലിനേഷൻ ഓഫ് ദി ആംഗിൾ കണ്ടുപിടിക്കണം. തീറ്റയുടെ വാല്യൂ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ആ തീറ്റയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ആ തീറ്റയുടെ വാല്യൂ ഇവിടെ കാണിക്കണം. സോ ദിസ് ഈസ് ദി വോട്ട്. നെക്സ്റ്റ് ഇനി ഒരു ഫോഴ്സ് കൂടെ ഞാൻ മാർക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് വെയിറ്റ് ഓഫ് ദ ബോഡിയാണ്. അത് ഞാൻ മറന്നുപോയി. അതായത് നമുക്ക് എന്ത് കാണിക്കണം? ബോഡിയുടെ വെയിറ്റ് കാണിക്കണം. ദാറ്റ് ഈസ് W is always act downward direction. So that's all about the free body diagram of the second one. So you can see this diagram clearly in the third column. Third column ഞാൻ ഇവിടെ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ആ തേർഡ് ഡയഗ്രാം നോക്കി ഞാൻ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചത്. ഒന്ന് ബോളും തമ്മിൽ കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ അവിടെ ഒരു റിയാക്ഷൻ ഉണ്ട് RA. റിയാക്റ്റീവ് ഫോഴ്സ് ഓൾവേസ് ആക്ട് ടുവേർഡ്സ് ദ ബോഡിയാണ്. ടെൻഷൻ ഹിയർ യു ഹാവ് എ ത്രെഡ്. ഒരു ത്രെഡ് അല്ലെങ്കിൽ റോപ്പ് ഉണ്ട്. അപ്പൊ അതിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ഫോഴ്സ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്? സോ ദാറ്റ് ഈസ് ആൻ ടെൻസൈൽ ഫോഴ്സ്. ദ ടെൻസൈൽ ഫോഴ്സ് ഓൾവേസ് ആക്ട് അവേ ഫ്രം ദ ബോഡി. അപ്പൊ അതും കാണിച്ചിട്ടുണ്ട്. ദ നെക്സ്റ്റ് വൺ യു ക്യാൻ സി ദ വെയിറ്റ് ഓഫ് ദ ബോഡി. ഇല്ലേ? വെയിറ്റ്, ബോഡിയുടെ വെയിറ്റ് ഉണ്ടെങ്കിൽ ആ ബോഡിയുടെ വെയിറ്റ് എങ്ങനെ? W വിത്ത് ഓൾവേസ് ആക്ട് ടുവേർഡ് ഡൗൺവേർഡ് ഡയറക്ഷൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ W ഇവിടെ മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ താഴെ മാർക്ക് ചെയ്യാം, എവിടെ വേണമെങ്കിലും മാർക്ക് ചെയ്യാം കേട്ടോ. അതിനൊരു എന്താ പറയുക, റൂൾ ഒന്നുമില്ല. അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സസ് യു ക്യാൻ ഷിഫ്റ്റ് ദ ഫോഴ്സസ് ഇൻ എവിടെയാ? അറ്റ് എനി പോയിന്റ് ഇൻ ദ സെയിം ലൈൻ ഓഫ് ആക്ഷൻ. ഇതേ ലൈനിൽ നിങ്ങൾക്ക് എവിടേക്ക് വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യും. നോ പ്രോബ്ലം. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ദ സെക്കൻഡ് വൺ. ഇസ് ഇറ്റ് ക്ലിയർ? ഹാവ് എനി ഡൗട്ട്? Okay, moving on to the third one. So here you can see a ladder. ഇതൊരു ladder ആണ്. നമുക്കറിയില്ലേ ladder എന്താണ്? ladder എന്താ കുട്ടികളെ? ladder ഏണി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമുക്ക് സാധാരണ അതിന്റെ ഫംഗ്ഷൻ എന്താ? സോ യു ക്യാൻ ഷിഫ്റ്റ് ഓർ യു ക്യാൻ വോട്ട്. നമുക്ക് ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് നമുക്ക് കയറാനായിട്ട് പറ്റും അല്ലെ? ഏണി വെച്ചിട്ട് യു ക്യാൻ ട്രാൻസ്ഫർ വൺ ലെവൽ ഓഫ് ദി ഫ്ലോർ ടു നെക്സ്റ്റ് ലെവൽ. ഒരു ഫ്ലോറിന്റെ ഒരു ലെവലിൽ നിന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനായിട്ടാണ് നമ്മൾ സാധാരണ ലാഡർ, സ്റ്റെയർ കേസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ലാഡർ ആൻഡ് എ സ്റ്റെയർ കേസ്? എന്താ ഒരു ലാഡറും സ്റ്റെയർ കേസും നമ്മൾ ഡിഫറൻസ്? നമുക്കറിയാം ലാഡർ ഈസ് എ മൂവബിൾ വൺ ആണ് അല്ലെ? ഏണി നമുക്ക് എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം. പിന്നെ രണ്ടും സ്ലാൻഡഡ് തന്നെയാണ്. ലാഡറും പിന്നെ സ്ലാൻഡഡ് മാത്രമല്ലല്ലോ, ലാഡറും പിന്നെ
സ്റ്റെയർ കേസും സ്ലാൻഡഡ് ആണ്. രണ്ടും സ്ലാൻഡിങ് ആയിട്ട് വെച്ചാൽ മാത്രമേ നമുക്ക് കയറാനായിട്ട് പറ്റുള്ളൂ. വെർട്ടിക്കലായിട്ട് വെക്കുകയായാലും വെർട്ടിക്കലായിട്ട് ഒരിക്കലും വെക്കാറില്ല. ചെറിയൊരു ഇൻക്ലിനേഷൻ ഷുഡ് ബി ദയർ. ഓക്കെ, സ്മോൾ ഇൻക്ലിനേഷൻ ഷുഡ് ബി ദയർ. അപ്പൊ നമുക്കറിയാം രണ്ടിന്റെ പർപ്പസ് സെയിം തന്നെയാണ്. ഒരു ലെവലിൽ നിന്ന് വേറൊരു ലെവലിലേക്ക് പോകാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ലാഡർ അല്ലെങ്കിൽ സ്റ്റെയർ കേസ് യൂസ് ചെയ്യുന്നത്. ബട്ട് യു നോ ദാറ്റ് ദ ലാഡർ ഈസ് എ മൂവബിൾ വൺ. ലാഡർ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും മാറ്റി വെക്കാം. സ്റ്റെയർ കേസ് പറ്റില്ല. ഇറ്റ് ഈസ് എ പെർമനന്റ് സ്ട്രക്ചർ. So here in this problem you can see a ladder which is resting against a smooth vertical wall and a smooth horizontal floor. എങ്ങനെ നമുക്ക് ലാഡർ സാധാരണ വെക്കുക? നമ്മൾ ചാരിയാണല്ലേ വെക്കാറ്. അതായത് അതിന്റെ ബോട്ടം പൊസിഷൻ എവിടെയായിരിക്കും? ഒരു ഫ്ലോറിലായിരിക്കും. ദ ടോപ്പ് പോയിന്റ് യു ക്യാൻ ഇറ്റ് വിൽ ടച്ച് ഇറ്റ് വെർട്ടിക്കൽ വോൾ. ഒരെണ്ണം ടോപ്പ് എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും? വെർട്ടിക്കലായിട്ടായിരിക്കും വെക്കുന്നുണ്ടാവുക. നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മളെല്ലാവരും ഇപ്പോ എന്തെങ്കിലും ഹാങ് ചെയ്യാനോ ഇല്ലെങ്കിൽ മരത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറിക്കാനോ ഇതിനൊക്കെ നമ്മൾ ഏണി വെച്ചിട്ടൊക്കെ കയറാറുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആൻഡ് ഹിയർ ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദിസ് ലാഡർ യു ക്യാൻ സീ എ ഫോഴ്സ് പി. ഒരു പി എന്നുള്ള ഒരു ഫോഴ്സ് ഉണ്ട്. അത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. പി എന്നുള്ള ഒരു ഫോഴ്സ് മേ ബി നിങ്ങൾ ഒരാൾ പിടിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരാൾ കാൽ വെച്ചിട്ടോടെ ഒരു ഫോഴ്സ് കൊടുക്കുന്നതായിരിക്കാം. അത് ഇങ്ങനെ ഈ സൈഡിലേക്ക് ഈ ഒരു സൈഡിലേക്ക് പോരാതിരിക്കാനായിട്ട് നമ്മളിവിടെ കാല് വെച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പിടിക്കാറുണ്ട്. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കും കാല്, ഇങ്ങോട്ട് ഇത് ചെയ്യാതിരിക്കാനായിട്ട്, സ്ലൈഡ് ചെയ്യാതിരിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ ഒരു ഫോഴ്സ് ആണ് പി എന്ന് വിചാരിക്കും. നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത്? സോ യു ഹാവ് ടു ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ദ ലാഡർ. ലാഡറിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. അപ്പൊ ഇവിടെ ഏതാ നമ്മുടെ ഐഡന്റിഫൈ ദ ബോഡി, ദാറ്റ് ഈസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ഞാൻ ബോഡി ഇവിടെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ലാഡർ ഞാൻ ഐഡന്റിഫൈ ചെയ്തു. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? സോ ദിസ് ഈസ് യുവർ ലാഡർ. സോ ലാഡർ ഐഡന്റിഫൈ ചെയ്തു. നെക്സ്റ്റ് വൺ യു ക്യാൻ ഡ്രോ ദ സ്കെച്ച് ഓഫ് ദിസ് ലാഡർ ബൈ റിമൂവിംഗ് ഇറ്റ് ഫ്രം ഇറ്റ്സ് സർഫേസസ്. ഇത് ഏത് സർഫസ് ആയിട്ട് കോണ്ടാക്ട്? ഒരു ഹൊറിസോണ്ടൽ സർഫസും ഒരു വെർട്ടിക്കൽ സർഫസ് ആയിട്ട് കോണ്ടാക്ട് ഉണ്ട് അല്ലേ? അപ്പൊ ഞാൻ അത് രണ്ടിനും മാറ്റി, എന്നിട്ട് സെപ്പറേറ്റ് വരച്ചു. ഇനി എന്ത് ചെയ്യണം? ഇതിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഫോഴ്സുകളൊക്കെ മാർക്ക് ചെയ്യണം. ഇതിൽ ഏതാ ആക്റ്റീവ്? ഒന്ന് വെയിറ്റ് ഓഫ് ദ ലാഡർ ഡബ്ല്യു, നെക്സ്റ്റ് വൺ ഫോഴ്സ് പി. ഈ പി എന്നുള്ള ഫോഴ്സും ആക്റ്റീവ് ആണ്. ഇനി ഇതിൽ റിയാക്ഷൻ ഉണ്ട്. റിയാക്ഷൻ എപ്പോഴും ആരെ കൊണ്ട് വരിക? ഈ കോണ്ടാക്ട് വരുന്ന ബോഡി അല്ലെങ്കിൽ സർഫസ് കൊണ്ട് വരിക. ആരൊക്കെ തമ്മിൽ കോണ്ടാക്ട് ഉണ്ട്? Top of the ladder is contacted with the vertical wall at the point A. A എന്നുള്ള പോയിന്റിലാണ് കോണ്ടാക്ട്. ഇനി at the bottom of this ladder is contacted with the horizontal floor at the point B. B എന്നുള്ള പോയിന്റിൽ കോണ്ടാക്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം എപ്പോഴും A എന്നുള്ള പോയിന്റിൽ ഈ റിയാക്ഷൻ വരും അല്ലേ? അതെങ്ങനെയായിരിക്കും? ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരാം. വെർട്ടിക്കൽ സർഫസ് അല്ലേ അവിടെ ഉള്ളത്? ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വന്നു. ദാറ്റ് ഈസ് അതെങ്ങനെയാ വരിക? ടുവേർഡ്സ് ദ ബോഡി, ടുവേർഡ്സ് ലാഡറിലേക്ക് ലാൻഡ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് RA. നെക്സ്റ്റ് ഇവിടെ ഉണ്ടല്ലേ, ഇവിടെയും വരും. ഇവിടെയും നമ്മൾ കോണ്ടാക്ട് ഇല്ലേ? അവിടെയും എന്ത് വരും? ഒരു റിയാക്ഷൻ വരും. ദാറ്റ് ഈസ് RB. എന്നുള്ള റിയാക്ഷൻ ഇവിടെ വന്നു. ഇത് നോക്കിയാൽ ഇത് ഏത് പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന ഈ RB എന്ന് പറഞ്ഞാൽ ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. അതിനെന്തായിരിക്കും? അത് പെർപെൻഡിക്കുലർ ആണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി എന്തായിരിക്കും? സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ദി ലാഡർ. ഇനി ഇവിടെ സ്മൂത്ത് എന്ന് പറയാൻ കാരണം എന്താ കുട്ടികളെ? എന്താണ് സ്മൂത്ത് എന്ന് ഡിനോട്ട് ചെയ്യാൻ കാരണം? സ്മൂത്ത് ആണെങ്കിൽ എന്താ ഉണ്ടാവില്ല? അവിടെ ഫ്രിക്ഷൻ ഫോഴ്സ് വിൽ നോട്ട് ബി ദൈ ഇല്ലേ? ഫ്രിക്ഷൻ ഉണ്ടാവില്ല. സപ്പോസ് അവിടെ സ്മൂത്ത് അല്ല റഫ് എന്നാണെങ്കിൽ നിങ്ങളുടെ അവിടെ എന്തും കൂടെ മാർക്ക് ചെയ്യണം? ഫ്രിക്ഷനും കൂടെ മാർക്ക് ചെയ്യേണ്ട ആവശ്യം. പക്ഷെ ഇവിടെ ഇപ്പൊ സ്മൂത്ത് ആയതുകൊണ്ട് ഫ്രിക്ഷന്റെ വാല്യൂ 0 ആണ്. അപ്പൊ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ അവിടെ നോക്കട്ടെ, അതിപ്പോ നോക്കണ്ട, നമുക്കത് വരുന്ന സമയത്ത് നോക്കിയാൽ മതി. ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഇതിൽ എന്തെങ്കിലും ഡയമെൻഷൻ ഒക്കെ ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്യണം. നമ്മളിപ്പോ ഡയമെൻഷൻ ഒന്നും തന്നിട്ടില്ല. സപ്പോസ് എന്തെങ്കിലും ഡയമെൻഷൻ ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്യണം. Then moving to the last example, that is here you can see a two weights അല്ലെ, രണ്ട് വെയിറ്റ്സ് ഉണ്ട് അല്ലെ. And these two weights are, that is one is 600 Newton, another one is 400 Newton. These two weights are connected by a thread which passes over a pulley and is fixed on the ceiling. അല്ലെ, അങ്ങനെയല്ലേ തന്നിരിക്കുന്നത്? ഒരു പുള്ളി ഉണ്ട്, ആ പുള്ളി സീലിംഗിൽ ഫിക്സ്ഡ് ആണ്. ആ പുള്ളിയുടെ മേലെ ഒരു ത്രെഡ് പാസ് ചെയ്യുന്നുണ്ട്. One end of the pulley, one end of the thread, you can see a weight 600 Newton, which is at placed on a horizontal surface. Then another one on other end of this thread, you can see another weight that is 400 Newton, which is hanging in the air. ഹാങ്ങിങ് ആണ്. അപ്പൊ ഇതിൽ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ 600 ന്യൂട്ടന്റെ എന്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ദ ബോഡി. ഏതാ വരയ്ക്കണ്ടേ? 600 ന്യൂട്ടന്റെ വരയ്ക്കണം. സോ ഞാൻ 600 ന്യൂട്ടൺ മാത്രം സെലക്ട് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പ് ഇതിന്റെ സ്കെച്ച് ഞാൻ വരയ്ക്കണം ബൈ റിമൂവിങ് ഓൾ ദി കണക്റ്റഡ് സർഫേസസ്. ഇതിൽ ഏതൊക്കെ കണക്റ്റഡ് ആയിട്ടുണ്ട്? ഒരു ത്രെഡ് വഴി കണക്റ്റഡ് ഉണ്ട്, അപ്പൊ അത് മാറ്റി. താഴെ ഒരു ഹൊറിസോണ്ടൽ സർഫസിന്റെ മേലെയാണ് ഇരിക്കുന്നത്, അതും ഞാൻ മാറ്റി. അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു.
തേർഡ് സ്റ്റെപ്പ് ഇതിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഫോഴ്സ് മാർക്ക് ചെയ്യണം. ഇതിൽ ആക്റ്റീവ് എന്ന് പറയാൻ എനിക്കുള്ളത് ഒന്ന് വെയിറ്റ് ഓഫ് ദ ബോഡി ഉണ്ട്, പിന്നെ ഒന്ന് ഉള്ളത് ഈ ത്രെഡ് ആണ്. ഈ ത്രെഡിൽ എന്ത് ഫോഴ്സ് ഉള്ളത്? ടെൻഷൻ ആണല്ലേ. ടെൻസൈൽ ഫോഴ്സ് ഓൾവേസ് ആക്ട് എവേ ഫ്രം ദ ബോഡി. അതും കഴിഞ്ഞു. ഇനി ഫോർത്ത് സ്റ്റെപ്പ് ഒന്നാണ് റിയാക്റ്റീവ് ഫോഴ്സ് മാർക്ക് ചെയ്യണം. നമുക്കറിയാം ഈ 600 ന്യൂട്ടൺ ഇതുപോലെ എയറിൽ ഹാങ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ റിയാക്ഷൻ വരില്ല. പക്ഷെ ഇവിടെ എന്തുണ്ട്? ഹൊറിസോണ്ടൽ സർഫസിൽ അത് എത്തി, അവിടെ ഇരുന്ന് താഴെ എത്തിയത് ഹൊറിസോണ്ടൽ സർഫസിൽ എത്തിയത് കൊണ്ട് അവിടെ എന്ത് വേണം? ഒരു റിയാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. റിയാക്ഷൻ എപ്പോഴും ഇങ്ങനെ വരയ്ക്കുക, ഓൾവേസ് ടുവേർഡ്സ് ദി ബോഡി. ആർ എന്ന് മാർക്ക് ചെയ്യണം. ആർ ഇവിടെ തന്നെ മാർക്ക് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെയും മാർക്ക് ചെയ്യാം, അതും കറക്റ്റ് ആണ് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും മാർക്ക് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ദി these six അല്ലല്ലോ, എത്ര 4 എക്സാമ്പിൾസ് ആണ്. ഇതാണ് ഫ്രീ ബോഡി ഡയഗ്രാം. അപ്പൊ ക്ലിയർ ആയോ? ആർക്കെങ്കിലും വല്ല ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നമുക്ക് ഇനി ഫ്രീ ബോഡി ഡയഗ്രാം സോൾവ് ചെയ്യണം. അതിന് മുൻപ് ഒരു ടോപ്പിക് കൂടെ നോക്കാനുണ്ട്, ദാറ്റ് ഈസ് ലാമിസ് തിയറം. I hope the screen is visible. So okay, next one, Lamis theorem. Actually, Lamis means that a name of a scientist. So Lamis theorem, ജസ്റ്റ് അതിന്റെ എക്സ്പ്ലനേഷൻ. ലാമിസ് തിയറം എന്താന്ന് പഠിക്കുക, എന്താണ് സംഭവം, ഇക്വേഷൻ എന്താന്ന് മാത്രം പഠിക്കുക. ബാക്കി ഞാൻ നോട്ടിൽ ഞാൻ നിങ്ങൾക്ക് അത് എങ്ങനെ വന്നേ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അത് എക്സാമിന് ചോദിക്കാറില്ല. ജസ്റ്റ് ലാമിസ് തിയറം എന്താണ്, അതിന്റെ ഇക്വേഷൻ മാത്രമാണ് ചോദിക്കാറുള്ളത്. അപ്പൊ ഈ ഫ്രീ ബോഡി ഡയഗ്രാം വെച്ചിട്ട് ഓരോ പ്രോബ്ലത്തിന്റെ ഓരോ റിയാക്ഷന്റെ വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യു ക്യാൻ യൂസ് ഐദർ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഓർ ലാമിസ് തിയറം വെച്ചിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ രണ്ട് മെത്തേഡ് വെച്ചിട്ടും ഞാൻ അത് ചെയ്തു തരാം. എന്നിട്ട് നിങ്ങൾക്ക് അപ്പൊ മനസ്സിലാവും എന്താ ഡിഫറൻസ് എന്ന്. Now isn't. So Lamis theorem. എന്താ ലാമിസ് തിയറം പറഞ്ഞു നോക്കിക്കോ. ലാമിസ് തിയറം സ്റ്റേറ്റ് ദാറ്റ് if three coplanar concurrent forces, അപ്പൊ എന്തൊക്കെ തന്നിട്ടുണ്ട്? So first you should have അതായത് ലാമിസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ you must have three forces വേണം. Then ആ three forces എങ്ങനെയാണ്? coplanar, that is lies in the same plane. It should lie in the same plane ലായിരിക്കണം. Then concurrent forces, അപ്പൊ concurrent എന്ന് പറഞ്ഞാൽ എന്താ? all the three forces should pass through a common point O. ഞാൻ ഇവിടെ O എന്നുള്ളൊരു പോയിന്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ കണ്ടീഷൻ പറഞ്ഞു? you have three forces, then these three forces should lie in a same plane and these are concurrent to a point. മൂന്നും കൺകറന്റ് ആയിരിക്കണം. ഇനി അതായത് forces are that concurrent forces are acting at a point where in equilibrium. എന്തായിരിക്കണം? അത് ഇക്വിലിബ്രിയത്തിലായിരിക്കണം. അപ്പൊ അതാണ് അടുത്ത കണ്ടീഷൻ. അപ്പൊ എന്തൊക്കെ വേണം? ത്രീ ഫോഴ്സസ് വേണം, then കൺകറന്റ് ആയിരിക്കണം, then കോപ്ലാനാർ ആയിരിക്കണം. നെക്സ്റ്റ് എന്തെങ്കിലും ദിസ് ത്രീ ഫോഴ്സസ് ഷുഡ് ബി ഇൻ ഇക്വിലിബ്രിയം. അത് എന്തിലായിരിക്കണം? ഇക്വിലിബ്രിയത്തിലായിരിക്കണം. അതായത് ഈ മൂന്ന് ഫോഴ്സും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? അതിന്റെ സിഗ്മ എഫ് എക്സ് ആഡ് ചെയ്താലും സിഗ്മ എഫ് വൈ ആഡ് ചെയ്താലും 0 കിട്ടണം. ഓക്കെ, then ഈച്ച് ഫോഴ്സ് അങ്ങനെയാണെങ്കിൽ ഓരോ ഫോഴ്സും ഈച്ച് ഫോഴ്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു given forces. Let P, Q and R are the given three forces which are acting at the point O, or you can say that these three forces are concurrent to the point O. O എന്നുള്ള പോയിന്റ് concurrent ആണ്. Let alpha is the angle between Q and R and beta is the angle between the forces P and R and gamma between P and Q. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ലാമിസ് തിയറത്തിൽ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ഈ ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ സോ വി ക്യാൻ ഡിറൈവ് എ ഇക്വേഷൻ
ദാറ്റ് ഈസ് എപ്പോഴും ഡിറൈവ് ആൻ ഇക്വേഷൻ എന്നല്ല, നമുക്കൊരു ഇക്വേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് ഈസ് യു ക്യാൻ സേ ദാറ്റ് ദ പി പ്രൊപ്പോർഷണൽ ടു ഈച്ച് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു, ഓരോ ഫോഴ്സും പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്തിന്, ദ സൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി അതർ ടു. സൈൻ എന്ന് പറഞ്ഞാൽ ഈ സൈൻ ആണ് കേട്ടോ, സൈൻ കോസ് ടാൻ എന്ന് പറയില്ലേ, ആ സൈൻ, സൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി അതർ ടു ഫോഴ്സസ്. ഏതാ കുട്ടികളെ, ഇപ്പൊ പി അല്ലേ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, പി അല്ലാതെ what are the other two forces? What are the other two forces here? That is Q and R. ആ Q and R നുള്ള in between angle എത്രയാണ്? So what about the angle between Q and R? Q ന്റെ R ഇടയിലുള്ള ആംഗിൾ ഏതാ? That is alpha. 1 minute കേട്ടോ, ഞാൻ മറ്റൊന്നും ചുമ്മാ നോട്ട് ചെയ്യട്ടെ. Okay, let us continue. So each force is proportional to, P is proportional to the sine of the angle between the other two forces. അപ്പോൾ ഏതാ ഇതിന്റെ അതർ ടു, പി അല്ലാതെ അതർ ടു ഫോഴ്സസിന്റെ ഇൻ ബിറ്റ്വീൻ ആംഗിൾ ആണ് ഏതാണോ ആ ആംഗിളിന്റെ സൈന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ എന്ത് വരും, പി ഈസ് പ്രൊപ്പോർഷണൽ ടു സൈൻ ആൽഫ. പി ആർക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും, സൈൻ ആൽഫയ്ക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ ഹിയർ യു ക്യാൻ റൈറ്റ് പി ഈസ് പ്രൊപ്പോർഷണൽ ടു സൈൻ ആൽഫ. ഇത് ആൽഫ ആണ് കേട്ടോ, ആൽഫ. സോ നമുക്ക് എന്ത് ചെയ്യും, സോ ഹിയർ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ആണല്ലേ, സോ യു ക്യാൻ റിമൂവ് ദിസ് പ്രൊപ്പോർഷണാലിറ്റി ബൈ ആഡിങ് എ കോൺസ്റ്റന്റ്. അറിയാലോ നിങ്ങൾക്ക്, ഇതൊരു കോൺസ്റ്റന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാം. ദാറ്റ് ഈസ് പി ഈക്വൽ ടു കെ ഇൻറ്റു സൈൻ ആൽഫ. That is P by sin alpha is equal to K. So the first one is over. Then similarly you can write the Q is proportional to, Q proportional to ഏതിനാണെന്ന് പറഞ്ഞേ, Q is proportional to ഏതായിരിക്കും, sin. Q is proportional to sin beta. The Q is proportional to sin beta. കാരണം എന്താ, Q അല്ലാതെ other two forces ഏതാ, P യും R ഉം, അതിനിടയിലുള്ള ആംഗിൾ ഏതാ, in between angle, that is beta. So here also you can remove this proportionality by adding a constant, that is K into sin beta. Therefore you can write K sin Q divided by sin beta is equal to K. Then last one, which is that is R. The R is proportional to what? So here you can write R. R is proportional to sin gamma. That is R is equal, R by sin gamma, R is equal to K into sin gamma. That is you can write R by sin gamma, R by sin gamma is equal to K. So now you can see all the three equations. Okay. So in this three equation, it is very clear the RHS of these three equations are equal. RHS equal അല്ലേ, അപ്പൊ നമുക്ക് എന്ത് പറയാം, so that the LHS are also equal എന്ന് പറയാം. LHS equal ആണെന്ന് പറഞ്ഞൂടെ, അപ്പൊ എനിക്ക് എന്ത് എഴുതാം, that is P by sin alpha is equal to Q by sin beta is equal to R by sin gamma is equal to K എന്ന് എഴുതിക്കൂടെ. So this is equal to a constant K. This one is equal to K. ഇതാണ് ലാമിസ് തിയറം. That is P by sin alpha is equal to Q by sin beta is equal to R by sin gamma is a constant എന്നാണ് സാധാരണ പറയാം. That is a K. K നമ്മൾ സാധാരണ കാണിക്കാറില്ല. That's all about the ലാമിസ് തിയറം. Suppose they will maybe അവർ ക്വസ്റ്റ്യൻ ചോദിക്കാം ലാമിസ് തിയറം എന്താന്ന് പറഞ്ഞാൽ ലാമിസ് തിയറം എഴുതാം, ഡയഗ്രാം വരയ്ക്കാൻ, ഇത്രയും കാര്യങ്ങൾ എഴുതി ഇക്വേഷൻ എഴുതും. മനസ്സിലായോ? ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഞാനിത് പറയണ്ടെന്ന് തോന്നുന്നു. സിമ്പിൾ അല്ലേ ഇത്, ഇനി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. Okay, now take down one problem. Find the tension in the cable and the reaction on the surface for the following figure.
അയ്യോ അത് വേണ്ട കേട്ടോ, സോറി അത് എഴുതണ്ട കേട്ടോ, അത് വേണ്ട, ആ ക്വസ്റ്റ്യൻ വേണ്ട, ഇത് മതി. Find the tension in the cable. Find the tension in the cable shown in the figure. Find the tension in the cable shown in the figure. Or shown below. അങ്ങനെ എഴുതിയാൽ മതി. Shown in the figure or shown below. Find the tension in the cables shown below or shown in the figure. As shown in the figure. Next diagram വരച്ചു. So here you have a light. A light is hanging, a light of weight 15 Newton, which is hanging by 2 threads. Name കൊടുത്തോളൂ കേട്ടോ അതിന്. A, B, and this one is a C. By through 2 threads which are fixed at the point A and B and makes an angle of 55 degree and 60 degree with the surfaces. It's finished. Hello. ഓക്കെ, എന്താ നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത്? ഒരു ലൈറ്റ് ഉണ്ടല്ലേ, ഒരു ലൈറ്റ്, അതിന്റെ വെയിറ്റ് എത്ര? 15 ന്യൂട്ടൺ ആണ്. അത് ഹാങ് വെച്ചിട്ടുണ്ട്. എങ്ങനെ ഹാങ് ചെയ്തിരിക്കുന്നത്? 2 ത്രെഡ് വഴിയാണ്, 2 റോപ്പ് ത്രെഡ് വെച്ച് വരച്ചിട്ടുണ്ട്. ഒന്ന് എ സി ആണ്, ബി സി ആണ്. അത് എ എന്നുള്ള പോയിന്റിൽ ഈ സർഫസ് ആയിട്ട് കോൺടാക്ട് ആണ്, ബി എന്നുള്ള സർഫസിന് അവിടെയും കോൺടാക്ട് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഈ എ സിയിലെയും ബി സിയിലെയും എന്ത് കണ്ടുപിടിക്കണം? ടെൻഷൻ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ സി ആണ് നമ്മുടെ ഫ്രീ ബോഡിക്ക് വരയ്ക്കാനായിട്ട് ഏറ്റവും എളുപ്പം. സി എന്നുള്ള പോയിന്റ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ സി എന്നുള്ള പോയിന്റ് വെച്ച് വരയ്ക്കട്ടെ ഞാൻ. ഇതാണ് സി എന്നുള്ള പോയിന്റ്. എങ്ങനെ വരയ്ക്കണം? ഈ സി എന്നുള്ള പോയിന്റിൽ ഒരു വെയിറ്റ് ഹാങ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ലൈറ്റ്, അതിന്റെ വെയിറ്റ് 15 ന്യൂട്ടൺ ആണ്. നെക്സ്റ്റ് ഒരു ത്രെഡ് ബി സി ഉണ്ട്, പിന്നെ ഒരു ത്രെഡ് എന്തുണ്ട്? എ സി ഉണ്ട്. ഈ ബി സിയിലെ ഞാൻ എന്ത് ചെയ്തു? ഇതിന് ഞാൻ T2 എന്ന് കൊടുക്കാം. ബി സിക്ക് ഞാൻ T2 അല്ലെങ്കിൽ ടി ബി സി എന്ന് കൊടുത്തോന്നാണ്. ടി ബി സി. ഇനി ഇതെന്ന് പറഞ്ഞാൽ ടി സി എ ആണ്. ഇത് സി എന്നുള്ള പോയിന്റ് ആണ്. ഇനി എന്തുകൊണ്ട് ടി എന്ന് പറയാൻ കൊടുക്കാൻ കാരണം? നമുക്കറിയാം ഒരു ത്രെഡിൽ അല്ലെങ്കിൽ ഒരു റോപ്പിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് ഏതാ? ടെൻസൈൽ ഫോഴ്സ് ആണ് അല്ലെ? അപ്പൊ ഞാൻ അതിൽ ടെൻഷൻ അലോങ് ദ സ്ട്രിങ് ബി സിന്നോ സി ബിന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം.